പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് മോഹൻലാൽ നായകനായ എമ്പുരാന്റെ വരവിനായി കാത്തിരിക്കുന്നത്. എമ്പുരാനിലെ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന് സംവിധായകനായ പൃഥ്വിരാജ് തന്നെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ചിത്രത്തിലെ അഭിനേതാക്കളെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങി. നിരവധി വിദേശ താരങ്ങളും സിനിമയുടെ ഭാഗമാകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴിതാ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയനായ റിക് യൂണിന്റെ പേരും സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. റിക്കിന്റെ വിക്കിപീഡിയ പേജിൽ കാണുന്ന സിനിമകളുടെ ലിസ്റ്റിൽ എമ്പുരാന്റെ പേരും ചേർത്തിരിക്കുന്നു എന്നാണ് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വൈറലായതോടെ എമ്പുരാന്റെ പേര് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. കില്ലിംഗ് ഈവ്, വേരിയൻ നൺ എന്നീ സീരീസുകളിൽ അഭിനയിച്ച ആൻഡ്രിയ ടിവദറും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ആൻഡ്രിയ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എമ്പുരാന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും ആൻഡ്രിയ എമ്പുരാന്റെ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് വ്യക്തമാക്കിയിരുന്നു. ലോകപ്രശസ്തമായ ക്രിമിനൽ ഗ്യാങ്ങായ യാക്കൂസ ഗ്യാങ്ങായിരിക്കും അബ്രാം ഖുറേഷിയുടെ എതിരാളികളായി എത്തുകയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. തീതുപ്പുന്ന ചുവന്ന ഡ്രാഗൺ യാക്കൂസ ഗ്യാങ്ങിന്റെ ഉയർന്ന തരത്തിലുള്ളവർ ധരിക്കുന്ന ചിഹ്നമാണ്. ഈ ഗ്യാങ്ങിന്റെ തലവനായാകും റിക് എത്തുകയെന്നും സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്നുണ്ട്. കൊറിയൻ പശ്ചാത്തലത്തിലുള്ള ഹോളിവുഡ് നടനാണ് റിക് യൂൺ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ഡൈ അനദർ ഡേ, നിൻജ അസാസിൻ, ഒളിമ്പസ് ഹാസ് ഹോളണ്ട് തുടങ്ങിയ സിനിമകളിൽ റിക് ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരവുമായി മാർച്ച് 27-നാകും എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.